ദേശീയ കർഷക ദിനം എന്ന് ഡിസംബർ 23. ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ചൗധരി ചരൺ സിംഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? MS സ്വാമിനാഥൻ. ഏറ്റവും മികച്ച കർഷകന് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന പുരസ്കാരം കിസാൻ പണ്ഡിറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ സുഗന്ധദ്രവ്യം കുങ്കുമപ്പൂ. പരുത്തിയുടെ വീട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഇന്ത്യ. എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ് എന്ന് പറഞ്ഞത് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ തമിഴ് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ വർഗീസ് കുര്യൻ. അന്തർദേശീയ ഭക്ഷണമായി അംഗീകരിച്ച കാർഷിക വിള കാബേജ്. ഇന്ത്യയുടെ ദേശീയ ഫലം മാമ്പഴം. ഇന്ത്യയുടെ ഈന്തപ്പഴം എന്നറിയപ്പെടുന്നത് പുളി. ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? കേരളം. കർഷകർക്ക് വേണ്ടി പെൻഷൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? കേരളം. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്നത് കേരളം. എല്ലാ കാർഷിക വിളകളുടെയും ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് ഭാരത സർക്കാർ നൽകുന്ന അംഗീകൃത മുദ്ര ഏതാണ്? അഗ്മാർക്ക്. കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്നത് മണ്ണിര. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ ആസ്ഥാനം എവിടെ? ന്യൂഡൽഹി. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? ചിങ്ങം 1. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം ആരുടേതാണ്? അടൽ ബിഹാരി വാജ്പേയി.